ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 56ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിതിനി ഇതിൽ അടിയിൽ നമ്മൾ ബെൽറ്റ് സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഹുക്കും ഐയും വെക്കാനുള്ള പടികളാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹുക്ക് വെക്കുന്നവിടെ 1.5 ഇഞ്ച് വീതിയുള്ള പടി, ആ 1.5 ഇഞ്ച് വീതിയുള്ള പടി ബ്ലൗസിൻ്റെ നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് ഉള്ളിലോട്ട് തിരിച്ചിടണം. ഐ വെക്കുന്നവിടെ 2.5 ഇഞ്ച് വീതിയുള്ള പടി വെക്കണം. അത് പക്ഷേ നമ്മുടെ ബ്ലൗസിൻ്റെ ഉൾവശത്ത്, അതായത് ചീത്ത വശത്ത് വെച്ചിട്ട് തയ്ച്ചിട്ട് നല്ല വശത്തോട്ടേക്ക് മറച്ചിടണം. ഓക്കെ, ഈ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞത് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇത് കണ്ടോ, അതെ. അപ്പം നമ്മൾ ഐ വെക്കാനുള്ളതിന് ഇതുപോലെ അടിയിലും വെച്ചു, ഹുക്ക് വെക്കുന്നത് ഇതുപോലെ മേലെയും വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ബെൽറ്റിൻ്റെ അവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഈ ഒരു പടിയുടെ ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ തയ്ച്ച് വരും. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഐ വെക്കുന്ന ഭാഗമാണ് ചെയ്യുന്നത്. അതായത് ഉൾവശത്ത് വെച്ചിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കണ്ടോ, ഈ ഇങ്ങനെ നമ്മളെടുത്ത് നല്ല വശത്തേക്ക് ആദ്യം അതിൻ്റെ പകുതി നമ്മൾ മടക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ നല്ല വശത്തോട്ടേക്ക് മറിച്ചിട്ടിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ പിടിക്കുക, നോക്കിയിട്ട് ചെയ്യാം. അപ്പം നമ്മളിതിൽ മുന്നേ കുറേ ക്ലാസ്സുകളും ബ്ലൗസിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടതേ നോക്കി ഇങ്ങനെ കറക്റ്റാക്കി പിടിച്ച് ഇപ്പം നല്ല വശത്തേക്ക് ആക്കിയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അതുകൊണ്ട് അതിപ്പോൾ തന്നെ നമ്മൾ കുറച്ച് പാർട്ടുകളാക്കിയിട്ടാണ് ഇടുന്നത്. ഒരുമിച്ച് അടുത്ത ക്ലാസ്സുകളിൽ ഇനിയിപ്പോൾ ഈ ബ്ലൗസിൻ്റെ മൊത്തം കഴിയുമ്പോൾ അടുത്ത പാർട്ടിൽ വരുമ്പോൾ നമ്മൾ, അതായത് അടുത്ത ബ്ലൗസ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി സ്പീഡപ്പാക്കി കാണിക്കുകയും കുറച്ചുകൂടി കൂടുതൽ ഒരു വീഡിയോകളിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം. ഇനി ഇത് വന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ആ പടിയുടെ ആ ഭാഗത്ത് ബെൽറ്റ് വെക്കുന്ന അവിടെ നമ്മൾ ഈ പടി കുറച്ച് ഒന്ന് താഴ്ത്തി വെച്ച് മടക്കി വെക്കണം, നമ്മുടെ ഈ ഒരു പടി. എന്നിട്ട് വേണം നമുക്ക് അടിക്കാൻ. നല്ല വശത്താണ് വെച്ചിരിക്കുന്നത് ഹുക്കിന് വേണ്ടിയിട്ട്. നല്ല വശത്ത് വെച്ച് സാധാരണ നമ്മൾ ഈ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പട്ടുപാവാട ബ്ലൗസിലൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതുപോലെ വെച്ച് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല വശത്തേക്ക് മടക്കിയിട്ട് ഉൾവശത്തേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല വശമല്ല, ഉൾവശത്തേക്ക് വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പതിച്ച് ഇതാക്കിയ ശേഷം ഇങ്ങനെ മടക്കി വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ഇതുപോലെ വെച്ചിട്ട് ഒപ്പം വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഇനി ഇതിന് ശേഷം നമുക്കിനി ഷോൾഡർ കൂട്ടിയടിക്കണം, നെക്ക് അടിക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയും നമുക്കിതിൽ പണി വരുന്നുണ്ട്. അതായത് സ്ലീവ് രണ്ടും ജോയിൻ ചെയ്യണം, ബാക്ക് പോർഷൻ്റെ അടിവശം ടക്കിട്ട് മടക്കി അടിക്കണം, രണ്ട് സൈഡും കൂട്ടി അടിക്കണം, ഹുക്ക് വയ്യും വെക്കണം. അതിലും ഇനിയും പണികൾ വരുന്നുണ്ട്. അപ്പം നമ്മളിത് ഇങ്ങനെ രണ്ടും നമ്മൾ അടിച്ചെടുത്തിട്ട് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടെണ്ണം നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒപ്പം വെക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ഹുക്കിൻ്റെ ഭാഗം മേലെ വരത്തക്ക രീതിയിൽ വെച്ച ശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ നമുക്ക് കറക്റ്റ് നെക്ക് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നെക്ക് നമുക്ക് കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഇപ്പം നല്ല വശമില്ലേ മേലെ ഇരിക്കുന്നത്, ഇനി ബാക്ക് പോർഷൻ്റെ നല്ല വശം എടുത്തിട്ട് നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാം. ബാക്ക് പോർഷൻ്റെ നല്ല വശം എടുക്കുന്നു, ഇതിൻ്റെ മേലെ വെച്ച ശേഷം നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഷോൾഡർ ജസ്റ്റ് ഒന്ന് കൂട്ടിയടിക്കുകയാണ് ചെയ്യേണ്ടത്. വേണ്ട, നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡർ കൂട്ടിയടിച്ച് കൊണ്ടുവരാം. അപ്പോൾ അതിന് ഞാൻ ഷോൾഡർ കൂട്ടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്രോസ് പീസുകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, അതല്ലേ കുറേ, അതെല്ലാം യോജിപ്പിച്ച് നീളത്തിലൊരു പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് കണ്ടോ, നമ്മുടെ ഹുക്കിൻ്റെ അവിടെ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുക. ക്രോസ് പീസിൻ്റെ തുമ്പ് ഹുക്കിൻ്റെ ഭാഗത്തോടൊന്നും ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഫുള്ളായിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഈ ഹുക്കിൻ്റെ ഭാഗം തൊട്ടിട്ട് കഴുത്ത് മൊത്തം ചുറ്റി വന്ന് ഐൻ്റെ ഭാഗം വരുന്നവരെ നമ്മൾ അടിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നത്, ആദ്യം നമ്മൾ ബ്ലൗസ് അടിക്കണ സമയത്ത് നമുക്ക് എല്ലാം 100% പെർഫെക്റ്റ് ഒന്നും ആവില്ല. 4-5 തവണ അടിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് ബിഗിനേഴ്സിന് കറക്റ്റായിട്ട് വരിക. ഒരു തവണ ദൈ എന്ന് പറഞ്ഞാൽ ചില സമയം ചെറിയ ലൂസ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഷേപ്പ് കുറച്ച് പോവാം. അതൊക്കെ കോമൺ ആണ് ബിഗിനേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതേ കണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ
നോക്കിക്കേ, കണ്ടോ, ഇങ്ങനെ വെച്ച് നമുക്ക് അടിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്തിൻ്റെ ക്രോസ് പീസ് എന്നാണ് നമ്മൾ കഴുത്തിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെച്ച് നമ്മൾ ചുറ്റും അടിച്ചിരിക്കുന്നത്. എന്നിട്ട് ചുറ്റും ഒന്ന് ഇതാക്കി കൊടുത്ത ശേഷം ഇനി എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ബ്ലൗസ് അടിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്യുന്ന കാര്യം. അതെനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവമാണ്. ഞാൻ അതുകൊണ്ട് മെഷീൻ തയ്യൽ മാത്രമേ എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ മെഷീൻ തയ്യലേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞത്, ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ നമുക്ക് ഈ ക്രോസ് പീസ് നമ്മൾ കറക്റ്റാക്കി വെച്ചോ ആദ്യം. എന്നിട്ട് അതിനെ ഉള്ളിലോട്ട് 2 തവണ മടക്കി അടിക്കുക. ഇങ്ങനെ മടക്കി വീണ്ടും ഒന്നും കൂടി നമ്മൾ മടക്കിയിട്ട് കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്യുന്നവർക്ക് ഹെമ്മിങ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കതൊട്ടും സമയവും ഇല്ല ക്ഷമയും ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് എനിക്കുള്ള ബ്ലൗസുകളെല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് മെഷീൻ തയ്യലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ വേണ്ടവർക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളറിയാലെല്ലാം. ഇപ്പോൾ വേറൊരു കാര്യം, നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ബ്രൈഡൽ ബ്ലൗസിൽ ആരി വർക്ക് ചെയ്ത ബ്ലൗസുകളെല്ലാം നമ്മൾ ഒരു ഹെമ്മിങ്ങും നടക്കത്തില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലൈനിങ് ഇട്ട് മറിച്ചടിക്കുക. അത് മാത്രമേ നമ്മൾ നടക്കത്തുള്ളൂ. ആരി വർക്ക് ചെയ്ത ബ്ലൗസുകളും നമുക്ക് ഒരിക്കലും തന്നെ മെഷീനിൽ വെച്ചിട്ട് നെക്ക് ചെയ്ത ഒരു വർക്ക് ഇതുപോലെ ക്രോസ് പീറ്റ് ഇട്ടിട്ട് മടക്കി അടിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. 99% ആളുകളും ചെയ്യാറില്ല. ലൈനിങ് ഇട്ട് മറച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇതൊരു മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു വരരുത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പറയും ഇങ്ങനെയല്ല ചെയ്യാൻ. ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറഞ്ഞാലും ചിലർ പറയും ഇങ്ങനെയല്ല ചെയ്യുക, ഹെമ്മിങ് തന്നെ ചെയ്യണം. ഹെമ്മിങ് ചെയ്യുന്നവർക്ക് ഹെമ്മിങ് ചെയ്യാം. പക്ഷെ ഞാനിതിൽ ഇങ്ങനെയാണ് എൻ്റെ ബ്ലൗസുകളെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഹെമ്മിങ് ചെയ്തെടുക്കണമെങ്കിൽ കുറഞ്ഞത് കുറച്ച് സമയം എടുക്കും. ആ ഒരു ക്ഷമയും സമയവും ഇല്ലാത്തതുകൊണ്ട് ചെയ്യും. പുറത്ത് നമ്മൾ ചെയ്ത് കൊടുക്കും, പിന്നെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യും, അത്രയും. പിന്നെ നമ്മൾ ആരി വർക്ക് ബ്ലൗസുകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, ബ്രൈഡൽ ബ്ലൗസുകളൊക്കെ. അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈനിങ് വെച്ച് മറിച്ചടിക്കുക. അപ്പോൾ പിന്നെ പണിയും കഴിഞ്ഞല്ലോ. അപ്പോൾ അതേ നോക്കിക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ പതിച്ചടിച്ച് മൊത്തത്തിൽ ഇതേ ഇങ്ങനെ അടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് കണ്ട ഇങ്ങനെ മടക്കി 2 തവണ മടക്കുന്നു. ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ച് നമ്മൾ ഒരുപാട് നെക്കുകൾക്കൊക്കെ നമ്മൾ ഈ ഒരു നെക്ക് മെത്തേഡ് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസിനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ദേ നെക്ക് മടക്കി ഇതിങ്ങനെ മടക്കി വെച്ച് അടിച്ച് ഇവിടെ വരുമ്പോൾ കണ്ടോ, തുമ്പ് വശം നമുക്ക് കറക്റ്റാക്കി മടക്കി വെച്ചിട്ട് അടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ബ്ലൗസിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങോടുകൂടി ഞാൻ ഈ ബ്ലൗസിൻ്റെ ഭാഗം ഇതാക്കും. അതിന് ശേഷം നമുക്ക് വേറെ ബ്ലൗസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതേ കണ്ട നെക്ക് കണ്ടല്ലോ, നെക്കൊരു വളവോ ചരിവോ ഒന്നുമില്ല. നെക്ക് ഇത് ബാക്ക് നെക്കാണ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് നെക്കാണ്. നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ ഇപ്പോൾ ഹെമ്മിങ് ചെയ്തുകൊണ്ട് നെക്കിന് വല്ല ഷേപ്പ് കുറവുണ്ടാവുന്നോ, അല്ല ഹെമ്മിങ് അല്ല സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഷേപ്പ് കുറവൊന്നും ഇതിനില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ എന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്കിത് അടിവശം മടക്കി അടിക്കാനുണ്ട്, പിന്നെ ടക്ക് ഇടാനുണ്ട് ബാക്കിൽ കേട്ടോ. ബാക്കിൽ ടക്കിടണം, അടിവശം മടക്കി അടിക്കണം. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ എന്നെ ഷെയർ ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൽ ഒരുപാട് വർക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിതിൽ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഫ്രണ്ട്സ്. ഷെയർ ചെയ്യുക. പിന്നെ അത് മെല്ലെ ഞാൻ കുറച്ചായിട്ട് വീഡിയോ ഇടുന്ന എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടൈലറിങ് ക്ലാസ്സിൽ കാണാം.